കുസാറ്റ് കാറ്റ് 2024 എൻട്രൻസ് എക്സാമിനേഷൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2023 കുസാറ്റിന്റെ കട്ട് ഓഫ് റാങ്ക് നിങ്ങൾക്കൊന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വർഷത്തെ റാങ്ക് വരുമ്പോൾ നിങ്ങൾക്ക് കുസാറ്റിൽ ഒരു സീറ്റ് ഉറപ്പിക്കാൻ പറ്റുമോ എന്ന് ഏകദേശം അറിയാൻ കഴിയും. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് റാങ്ക്, അതായത് ലാസ്റ്റ് റാങ്ക്, എത്ര റാങ്ക് വരെയാണ് എടുത്തിരിക്കുന്നത്, ഓരോ കാറ്റഗറിയിൽ നിന്നും എത്ര റാങ്ക് വരെയാണ് കുസാറ്റിൽ നമ്മുടെ 5 ഇയറും 3 ഇയർ LLBക്കും കിട്ടിയിരിക്കുന്നത് എന്നാണ് നോക്കുന്നത്. അപ്പൊ ആദ്യം നമുക്ക് 5 ഇയറിന്റെ നോക്കാം. അപ്പോൾ ആദ്യം കൊടുത്തിരിക്കുന്നത് കാറ്റഗറി, ഇത് 5 ഇയർ LLBയുടെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ്, അതായത് കട്ട് ഓഫ് റാങ്ക് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം കാറ്റഗറി, രണ്ട് 5 ഇയർ LLB പ്രോഗ്രാംസ് ഉണ്ട്. അപ്പോൾ BBA LLBയും BCom LLBയും രണ്ടിലും നമുക്ക് നോക്കാം. ആദ്യം AIQ ഓൾ ഇന്ത്യ കോട്ടയിൽ BBA LLBയിൽ ലാസ്റ്റ് എടുത്തിരിക്കുന്ന റാങ്ക്, ലാസ്റ്റ് അഡ്മിഷൻ കിട്ടിയിരിക്കുന്ന റാങ്ക് എന്ന് പറയുന്നത് 33ാമത്തെ റാങ്ക് ആണ്. BCom LLBയിൽ അത് 43ാമത്തെ റാങ്ക് വരെ പോയിട്ടുണ്ട്. പിന്നെ ജനറൽ കാറ്റഗറിയിൽ BBA LLBയിൽ 23ാമത്തെ റാങ്ക് വരെ എടുത്തിട്ടുണ്ട്. ഈ BCom LLBയിൽ 32ാമത്തെ റാങ്ക് വരെയാണ് അഡ്മിഷൻ നടന്നിരിക്കുന്നത്. പിന്നെ ETB എന്ന് പറയുമ്പോൾ ഈഴവ, തീയ, ബില്ലവ എന്ന് പറയുന്ന കാറ്റഗറിയിൽ BBA LLBയിൽ 51ാമത്തെ റാങ്ക് വരെ എടുത്തിട്ടുണ്ട്. BCom LLBയിൽ 65 വരെ പോയിട്ടുണ്ട്. മുസ്ലിം കാറ്റഗറിയിൽ BBA LLBക്ക് 61ാമത്തെ റാങ്ക് വരെ പോയിട്ടുണ്ട്. BCom LLBക്ക് 58ാമത്തെ റാങ്ക് വരെയാണ് പോയിരിക്കുന്നത്. ഇനി LCC ലാറ്റിൻ കാത്തോലിക് ഇൻക്ലൂഡിംഗ് ആംഗ്ലോ ഇന്ത്യൻ ആണ്. ആ കാറ്റഗറിയിൽ 201ാമത്തെ റാങ്ക് വരെ BBA LLBക്ക് പോയിട്ടുണ്ട്. 131ആണ് BCom LLBയിൽ അവസാനം കിട്ടിയിരിക്കുന്ന അവസാനം അഡ്മിഷൻ എടുത്തിരിക്കുന്ന റാങ്ക്. പിന്നെ OBH അതർ ബാക്ക്വേർഡ് ഹിന്ദു, BBA LLBയിൽ 49ാമത്തെ റാങ്ക് വരെ അഡ്മിഷൻ പോയിട്ടുണ്ട് ആ ഒരു കാറ്റഗറിയിൽ നിന്ന്. BCom LLB 94. ഇനി OBX അതർ ബാക്ക്വേർഡ് ക്രിസ്ത്യൻ, അതിൽ നമുക്ക് ആ ഒരു കാറ്റഗറിയിൽ നിന്ന് BBA LLBക്ക് 692ാമത്തെ റാങ്ക് വരെ പോയിട്ടുണ്ട്. BCom LLBക്ക് 617 റാങ്ക് വരെയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ KMB എന്ന് പറയുമ്പോൾ കുടുംബി എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ നിന്ന് 337ാമത്തെ റാങ്ക് വരെ BBA LLBക്ക് എടുത്തിട്ടുണ്ട്. BCom LLBക്ക് 343. പിന്നെ KSC എന്ന് പറയുന്നത് കേരള ഷെഡ്യൂൾഡ് കാസ്റ്റ് ആണ്. ആ കാറ്റഗറിയിൽ നിന്ന് BBA LLBയിൽ 267ാമത്തെ റാങ്ക് വരെ പോയിട്ടുണ്ട്. BCom LLBക്ക് 417ാമത്തെ റാങ്ക് വരെ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. KST എന്ന് പറയുമ്പോൾ കേരള ഷെഡ്യൂൾഡ് ട്രൈബ്സ് ആണ്. ആ കാറ്റഗറിയിൽ നിന്ന് BBA LLBയിൽ 1386ാമത്തെ റാങ്ക് വരെ പോയിട്ടുണ്ട്. BCom LLBക്ക് 674ാമത്തെ റാങ്ക് വരെയാണ് എടുത്തിരിക്കുന്നത്. EWS കാറ്റഗറിയിൽ BBA LLBക്ക് 197ാമത്തെ റാങ്ക് വരെ എടുത്തിട്ടുണ്ട്. BCom LLBക്ക് 139ാമത്തെ റാങ്ക് വരെ അഡ്മിഷൻ നടന്നിട്ടുണ്ട്. NRIക്ക് 210 BBA LLBയിൽ ലാസ്റ്റ് പോയിരിക്കുന്ന റാങ്ക്. BCom LLB 287ാമത്തെ റാങ്ക്. PHSC എന്ന് പറയുമ്പോഴത്തേക്ക് ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആണ്. അപ്പൊ അങ്ങനെ ആ ഒരു കാറ്റഗറിയിൽ പെട്ടവർക്ക് BBA LLBയിൽ 1138ാമത്തെ റാങ്ക് വരെ അഡ്മിഷൻ നടന്നിട്ടുണ്ട്. BCom LLBക്ക് 874. പിന്നെ CHD എന്ന് പറയുന്നത് ചിൽഡ്രൻ ഓഫ് സ്റ്റാഫ് ഓഫ് കുസാറ്റ് ആണ്. കുസാറ്റിലെ സ്റ്റാഫ്സിന്റെ കുട്ടികൾക്ക് റിസർവ്ഡ് സീറ്റ്സ് ഉണ്ട്. അപ്പൊ അവർക്ക് 168ാമത്തെ റാങ്ക് വരെയാണ് BBA LLBക്ക് പോയിരിക്കുന്നത്. BCom LLBക്ക് 224ാമത്തെ റാങ്ക്. അപ്പൊ നിങ്ങൾ ഇത് മനസ്സിലാക്കേണ്ട കാര്യം, ഇതൊരു ഏകദേശ റാങ്ക് ആണ്. ഇതിൽ ഏകദേശം അടുത്ത് വരുന്ന റാങ്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ നേടാവുന്നതാണ്. അപ്പൊ ഇതിൽ നമുക്ക് ഓരോ വർഷവും അത് വ്യത്യാസം വരും. നമ്മുടെ അഡ്മിഷൻ ഇപ്പം ഇവിടെ ഇപ്പൊ ഓൾ ഇന്ത്യ കോട്ടയിൽ ഇപ്പൊ ഇത്രയും കുട്ടികൾ, ചിലപ്പോൾ ഒരുപാട് കുട്ടികൾ അഡ്മിഷൻ വന്നിട്ടുണ്ടാവാം. അതുപോലെ ഈ വർഷം ചിലപ്പോൾ ഓൾ ഇന്ത്യ കോട്ടയിൽ നിന്ന് കുട്ടികൾ കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ഓൾ ഇന്ത്യ കോട്ടയിലൂടെ വേറൊരു കോട്ടയ്ക്ക് കൂടി കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം ഇതൊക്കെ നമുക്ക് ഓരോ വർഷവും മാറാം. പക്ഷെ ഏകദേശം ഒരു റാങ്ക് ഇതായിരിക്കും. നിങ്ങൾക്ക് ഈ ഒരു ഏകദേശം നിങ്ങളുടെ ഏത് കാറ്റഗറി ആണോ ആ ഒരു കാറ്റഗറിയിൽ നിങ്ങൾക്ക് ഏകദേശം ഈ പറഞ്ഞിരിക്കുന്ന റാങ്കിനുള്ളിൽ വരികയാണെങ്കിൽ നിങ്ങൾക്കൊരു സാധ്യതയുണ്ട്. 3 ഇയർ LLBയിൽ ഓൾ ഇന്ത്യ കോട്ടയിൽ ലാസ്റ്റ് എടുത്തിരിക്കുന്ന റാങ്ക് 47ാമത്തെ റാങ്ക് ആണ്. ജനറൽ കാറ്റഗറിയിൽ നിന്ന് 36ാമത്തെ റാങ്ക് വരെ അഡ്മിഷൻ നടന്നിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ ഈഴവ, തീയ, ബില്ലവ ETB കാറ്റഗറിയിൽ നിന്ന് 56ാമത്തെ റാങ്ക് വരെ 3 ഇയർ LLBക്ക് പോയിട്ടുണ്ട്. മുസ്ലിം കാറ്റഗറിയിൽ നിന്ന് 71ാമത്തെ റാങ്ക് വരെ പോയിട്ടുണ്ട്. OBC കാറ്റഗറിയിൽ നിന്ന് 86, OBH അതർ ബാക്ക്വേർഡ് ഹിന്ദു 112, വിശ്വകർമ്മ കാറ്റഗറിയിൽ നിന്ന് 68, പിന്നെ കേരള ഷെഡ്യൂൾഡ് കാസ്റ്റിൽ നിന്ന് 120ാമത്തെ റാങ്ക് വരെ പോയിട്ടുണ്ട്. EWSൽ നിന്ന് 117ാമത്തെ റാങ്ക് വരെ പോയിട്ടുണ്ട്. അപ്പോൾ ഇതും ഒരു ഏകദേശ കണക്കാണ്. നമുക്ക് ഈ ഒരു കഴിഞ്ഞ വർഷത്തെ 2023 എങ്ങനെയാണ് ഓരോ കാറ്റഗറിയിൽ നിന്നും എത്ര റാങ്ക് വരെ, എത്രാമത്തെ റാങ്ക് വരെയാണ് അഡ്മിഷൻ നടന്നിരിക്കുന്നത് എന്നുള്ള ഒരു കണക്കാണ്. അത് ഈ വർഷം ചിലപ്പോൾ
മാറാം. എന്നാലും ഏകദേശം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു റാങ്കിനുള്ളിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു സാധ്യതയുണ്ട്. കഴിഞ്ഞ 2022 കുസാറ്റ് കാറ്റ് എൻട്രൻസ് എക്സാമിനേഷന്റെ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് കഴിഞ്ഞപ്പോൾ എത്രാമത്തെ റാങ്ക് വരെയാണ് ഓരോ കാറ്റഗറിയിൽ നിന്ന് എടുത്തിരിക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോ കൂടി ഒന്ന് കാണുമ്പോൾ ഏകദേശം നമുക്ക് കിട്ടും. ഇതിൽ നിന്ന് എത്ര വ്യത്യാസം വരുന്നത് നിങ്ങൾ ഈ 2 വീഡിയോയും കാണുമ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. 2022 എത്ര റാങ്ക് വരെയാണ് ഒരു കാറ്റഗറിയിൽ നിന്ന്, ഇപ്പോൾ ജനറൽ കാറ്റഗറി ആണെങ്കിൽ 2022 എത്ര വരെയാണ് എടുത്തിരിക്കുന്നത്, അത് 2023 ആയപ്പോൾ എങ്ങനെ വ്യത്യാസം വന്നു എന്നുള്ളൊരു കാര്യം നോക്കുക. 3 LLBയുടെ 2022 ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം.